കോഴിക്കോട് മൂഴിക്കല്ലെ അരുംകൊലയിൽ വിശദ പരിശോധനയ്ക്ക് പോലീസ് ഒരുങ്ങിയാണ്. കൊല്ലപ്പെട്ട 16-കാരി നസ്രീനയുടെ മൊബൈൽ ഫോണും പരിശോധിക്കും. മൊബൈൽ കിണറ്റിൽ എറിഞ്ഞതായിട്ടാണ് സൂചന. പ്രതി അദ്നാന്റെ സുഹൃത്തുക്കളെ ഉടൻ ചോദ്യം ചെയ്യും. സ്വഭാവദൂഷ്യം പെൺകുട്ടി തിരിച്ചറിഞ്ഞതിലെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. ശരത് SS വിവരങ്ങൾ നൽകും. ശരത്, ഇപ്പോൾ ബന്ധുക്കളാണ് രണ്ടുപേരും. എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്? സ്മൃതി, ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതായത് സ്വഭാവദൂഷ്യം തിരിച്ചറിഞ്ഞതിലെ പകയാണ് അതിനാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമായി പോലീസ് കണക്കാക്കുന്നത്. അപ്പോഴും ഇത് മാത്രമാണോ ഇത്തരമൊരു ക്രൂരകൃത്യം നടത്താനുള്ള കാരണമായതെന്ന സംശയം പോലീസിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്കും പരിശോധനയിലേക്കും പോലീസ് കടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെയും ഒപ്പം അദ്നാന്റെയും മൊബൈൽ ഫോൺ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ അദ്നാന്റെ മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചിരുന്നു. ഇതടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വാട്സപ്പും മറ്റ് കോൾ റെക്കോർഡുകളും ഒക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിന് ഇന്നലെ പോലീസ് വീട്ടുകാരോടൊക്കെ തന്നെ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇന്നലെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ വീട്ടിലെ കിണറ്റിലുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കിണറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആളെത്തിയ ശേഷമായിരിക്കും മൊബൈൽ ഫോൺ എടുക്കാൻ സാധിക്കുക. അതിനുശേഷം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. വാട്സപ്പ് അടക്കമുള്ള രേഖകൾ, അത്തരം വിവരങ്ങളടക്കം പരിശോധിക്കും. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇത്തരം പരിശോധനയോടെ ലഭിക്കുമെന്നുള്ളതാണ് പോലീസും കണക്കാക്കുന്നത്. ഒപ്പം അദ്നാന്റെ സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. ഉടൻ തന്നെ അദ്നാന്റെ സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യും. ഒപ്പം കുടുംബത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്. ശരി, ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.